ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതിനെ ശ്രദ്ധിക്കുക എന്നല്ല, അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ വരുമ്പം മറ്റൊന്നിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിട്ടുകൊടുക്കുക എന്നുള്ളതുമല്ല. നമ്മുടെ മുന്നിലേക്ക് വരുന്നതിനെ എത്രത്തോളം ശ്രദ്ധിച്ച് കൃത്യമായിട്ട് അതിനെ നമുക്ക് ഡീല് ചെയ്യാൻ സാധിക്കണം, അതിൻ്റെ മുന്നിൽ നമ്മളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കണം. ഇതാണൊരു ശ്രദ്ധ എന്ന് പറയുന്നത്. ഇന്ന് മിക്ക ആളുകളിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഈ ഇഷ്ടമുണ്ടാവാത്ത ഈ അവസ്ഥയെ കോൺഫിഡൻസ് വഴി പുഷ് ചെയ്തിട്ട് വേറെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതിങ്ങനെ നിരന്തരം വേട്ടയാടും. അപ്പോൾ നിരന്തരം വേട്ടയാടുമ്പം ഇതുമായിട്ട് പ്രോപ്പർ ഒരു ഇൻട്രാക്ഷൻ നടക്കാത്തത് കൊണ്ട് ഡ്രഗ്സിലേക്കോ അല്ലെങ്കിൽ മദ്യപാനത്തിലേക്കോ അല്ലെങ്കിൽ വേറെ പല പ്രവൃത്തികളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? നിരന്തരം ആ ശ്രദ്ധ മാറ്റിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി അവിടെ ചെയ്യുകയും വേണം. പക്ഷെ ആ ചെയ്യുന്നത് കൊണ്ട് ശ്രദ്ധ മാറി എന്നാണ് ഓരോരുത്തരും കരുതുന്നത്. പക്ഷെ ഇപ്പുറത്ത് ഇതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിനെ കളയാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്ത് ഈ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിരന്തരം ബോഡിയിൽ ഇതാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ ഏതെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് അവനെ വേട്ടയാടുന്ന ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തെ അവൻ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഗം ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും അവന് മാറാൻ പറ്റണം. ഇത് മാറാൻ പറ്റണില്ല. കാരണം അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ സാധനം പിടിച്ച് വേട്ടയാടും. ആക്ച്വലി നോക്കുക, രണ്ടിൻ്റെ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് കിടന്നിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്.